ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോക്യൂരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ എല്ലാവരും കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും. സോ ഓൺലൈൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, സോ അല്ലാതെ കുറച്ച് പേരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. എന്നാലും സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള 5 ആപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. സോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ്സിനും അങ്ങനത്തെ ഫാമിലി മെമ്പേഴ്സിനും. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് കസിൻസൊക്കെ കാണുമായിരിക്കും. സോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 5 ആപ്സാണ് ഞാൻ പറയുന്നത്. ബോണസായിട്ട് ഒന്നും കൂടെ പറയുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം എൻ്റെ വീഡിയോയിൽ പോകാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ട്, എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ ഇടുന്ന ടെക് പ്ലസ് എവറിത്തിങ് കണ്ടെന്ന് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 5 ആപ്സാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. സോ ഒന്ന് ഞാൻ ബോണസായിട്ടാണ് പറയുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോ മാത്ത് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മാത്സ് വീക്ക്നെസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ എന്നെ പോലെ സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിൽ ആപ്പാണ്. സോ ഇതിനെപ്പറ്റിയൊന്നും ഞാൻ +2 വരെ പഠിച്ചപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. സോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ കൊച്ചു കുട്ടികളാണെങ്കിലും അതാ വലിയ കുട്ടികളാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ നെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോ മാത്ത് പറയുന്ന പോലെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് മാത്സിൻ്റെ നമുക്ക് പ്രോബ്ലംസ് മൊത്തം സോൾവ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പാടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ക്യാമറ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ ഓണാക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും സ്ക്രീനിൽ. നിങ്ങൾ ഏതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, സോ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയതിന് ശേഷം, ഞാൻ ഇപ്പോൾ 2+3 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കൊച്ചുകുട്ടികൾക്കുള്ളതാണ്. സോ നിങ്ങൾ പേടിക്കുന്ന വേണ്ട. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക നിങ്ങൾ. സോ അല്പസമയത്തിനകം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. സോ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നും അവർ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത് നിങ്ങൾ വിചാരിക്കും ഇത് കൊച്ചുകുട്ടികൾക്കുള്ള അല്ല. ഞാനിപ്പോൾ ഒരു ട്രിഗണോമെട്രിയുടെ ചെറിയൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും sin A+B എന്ന്. സോ ജസ്റ്റ് നമ്മളൊന്ന് ഫോട്ടോ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താൽ മതി, കാണാൻ പറ്റും അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. സോ ഇത് എക്സ്പാൻഡ് എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ കാണിച്ചു തരും. സോ ഇത് വളരെ എളുപ്പമായിട്ടൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്പ് ഉൾപ്പെടെ നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും, ഓൺലൈനായിട്ട് ടീച്ചർമാർ ക്വസ്റ്റ്യൻ അയച്ചു തരും. നിങ്ങൾ ജസ്റ്റ് ഒന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഇതിലൊരു ഫോട്ടോ എടുക്കുക, അതിൻ്റെ ആൻസർ ഉടനെ തന്നെ വരുന്നതായിരിക്കും വിത്ത് സ്റ്റെപ്സ്. സോ അത് പഠിക്കാൻ മാത്രം നിങ്ങൾ തുനിഞ്ഞാൽ മതി. സോ അത്രയും വളരെ എളുപ്പമാണ്. സോ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് നിങ്ങൾ പേടിക്കേണ്ട, അത് നമ്മൾ എക്സ്ട്രാ കാൽക്കുലേഷൻ്റെ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ആപ്പിൻ്റെ പേര് ഫോട്ടോ മാത്ത് എന്നാണ്. സോ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് രണ്ടാമത്തേൽ പോകാം. സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഡുവോലിംഗോ. സോ ഡുവോലിംഗോ നിങ്ങൾക്ക് ഡുവോ ആപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ട്. സോ അതൊരു വീഡിയോ കോളാണ്. സോ അതൊന്നുമല്ല. സോ ഡുവോലിംഗോ എന്ന് പറയുമ്പം നിങ്ങളിപ്പം എന്നെ പോലെ വീട്ടിലിങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, കാരണം അഡ്മിഷനൊന്നും ആവാതെ അല്ലാതിരിക്കുന്നുണ്ട്. സോ അവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും വലിയ പേരൻസൊക്കെ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുമ്പോൾ ഡുവോലിംഗോ. സോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജസ് പഠിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്ന് പറയുമ്പം പുതിയ ലാംഗ്വേജസ് പഠിക്കണം. ഇപ്പം ഇംഗ്ലീഷ് ഇപ്പോൾ അറിയാവുന്നവർ കാണും, അതേപോലെ സ്പാനിഷ്, ചൈനീസ്, സോ അങ്ങനത്തെ ഫ്രഞ്ച്, സോ അങ്ങനത്തെ നിങ്ങൾക്ക് ഈ ലാംഗ്വേജസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. സോ ഞാൻ ഇന്നാണ് ഈ ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതല്ലോ, എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്കാവൂ. സോ നെറ്റ് ഓണാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഡുവോലിംഗോയിൽ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുവോലിംഗോ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത്, ഓക്കെ, ഏത് ഭാഷയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ജാപ്പനീസ്, ചൈനീസ്, സോ അങ്ങനെ ഇഷ്ടംപോലെ ലാംഗ്വേജസ് ഉണ്ട്. ഞാനിപ്പം സ്പാനിഷ് എടുക്കുകയാണ്. സോ സ്പാനിഷ് എടുക്കുമ്പോൾ അവർ 2 ചോദ്യം ചോദിക്കും. നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടോ കുറച്ചെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ്. സോ ആദ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ച് നിങ്ങൾ. സോ അതനുസരിച്ച് അവർ പഠിപ്പിക്കും. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓരോ ആക്കും അതെങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരും. സോ പറഞ്ഞും തരും, അതുപോലെ എഴുതിയും കാണിക്കും. സോ അത് നല്ലോണം ഇഷ്ടപ്പെട്ടു എനിക്ക്. സോ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വേർഡ്സിനെ പറ്റി പഠിക്കാൻ പറ്റും. സോ അവർ കോഴ്സ് പോലെയാണ്. സോ ഇത് ഓരോ കോഴ്സ് അനുസരിച്ചാണ്. സോ ഇത് എൻ്റയർലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, കാരണം വെറുതെ ഇരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്പാണ്. സോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആപ്പ്. സോ ഈ ആപ്പിൻ്റെ പേര് ഡുവോലിംഗോ എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്പ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഓഫ് ടൈം എന്നാണ്. സോ നിങ്ങളെല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇപ്പം
ഓൺലൈനിലായതുകൊണ്ട് നിങ്ങൾക്ക് ടീച്ചർമാർ അയച്ചു തരും ഡോക്യുമെൻറ്റ്സ് ഇത് അയച്ചിട്ട് PDF ആയിട്ടൊക്കെ അയക്കാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പകുതി ഹോംവർക്ക് ചെയ്യും, പിന്നെ ബാക്കി ചാറ്റിങ് കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടൊരു കിഡിലെ ആപ്ലിക്കേഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പം, ഓഫ് ടൈം മീൻസ് നിങ്ങൾ ഓഫ് ടൈം ആയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ കയറുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ആ ടൈം തൊട്ട് എത്ര സമയം വരെ നിങ്ങളുടെ ഫോൺ ഓഫ് ടൈം ആയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജോ ഒരു കോളോ ഒന്നും വരില്ല. നിങ്ങളുടെ ഫോൺ വളരെ സൈലൻ്റ് ആയിരിക്കും. നിങ്ങൾ നെറ്റ് ഓൺ ആക്കിയാലും അത് നെറ്റ് ഓൺ ആയത് ഓഫ് ആയിരുന്നാലും നിങ്ങൾക്ക് കോളോ നിങ്ങളുടെ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷനോ ഒരു കാര്യങ്ങളോ വരില്ല. നിങ്ങൾ ഫുൾ ഓഫ്ലൈൻ ആയിരിക്കും. ഇത് ബ്ലോക്ക് ചെയ്യും മൊത്തം. നിങ്ങൾ എത്ര സമയം വേണം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ എത്ര മണിക്കൂർ വരാം, അത് എത്ര സമയം വരാം. ഈ ഓൺ ടൈം തൊട്ടാണ് നിങ്ങൾ എപ്പോഴൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോ ആ ടൈം തൊട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കണം. സോ നിങ്ങൾക്ക് ഈ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. ആ സമയം നിങ്ങൾ ടോട്ടലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യും. നിങ്ങളത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ ആപ്പ് ബ്ലോക്ക് ചെയ്യണമെന്ന്. സോ അതിനെക്കാട്ടിലും നല്ലത് ഹോംവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റയർ ആപ്സ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബ് ഉണ്ടായില്ല. സോ ഹോംവർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആപ്പ്. സോ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പവർ പോയിൻറ്റ്. നിങ്ങൾക്ക് അറിയാം മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് മൊബൈലിൽ എങ്ങനെ പവർ പോയിൻറ്റ് ചെയ്യുക, ഇത് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പവർ പോയിൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ഓൺലൈനിലായാൽ പോലും നമ്മുടെ ടീച്ചേഴ്സ് പറയുമായിരിക്കും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. സോ നിങ്ങൾക്ക് എടുക്കുമെന്ന് കാണാൻ പറ്റും, മൈക്രോസോഫ്റ്റ് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പോയെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആഡ് ഓപ്ഷൻ മുകളിൽ കാണാൻ പറ്റും, സെർച്ച് ബട്ടൻ്റെ അടുത്ത്. സോ അതിനടുത്ത് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ്സ് എടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇമേജസ് ആഡ് ചെയ്യാം, വീഡിയോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല കിഡിലായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. സോ നിങ്ങൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് കുറേ പേര് അന്വേഷിച്ച് നടക്കുകയാണ്. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ആപ്പ് നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടും. സോ ഇതാണ് നമ്മുടെ നാലാമത്തെ ആപ്പ്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസ് ലെൻസ് എന്ന് പറയുന്ന ആപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. സോ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ്. സോ ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓപ്പൺ ചെയ്യുമ്പം ഡോക്യുമെൻറ്റ്, വൈറ്റ് ബോർഡ്, ബിസിനസ് കാർഡ്, ഫോട്ടോ. സോ ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇതൊരു ലെൻസാണ്. ഓക്കെ, ലെൻസ് മീൻസ് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം PDF ആയിട്ട് നമ്മുടെ ടീച്ചർമാർ അയക്കാൻ പറയും ഓരോ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലം ആപ്പാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഫോട്ടോ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ വൈറ്റ് ബോർഡിലാണ് എഴുതുന്നതെങ്കിൽ വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് തനിയെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എത്ര ഭാഗം വേണമെന്ന്. കറക്റ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഓക്കെ, ഫിൽറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഗോയിൽ കൊടുക്കുകയാണ്. സോ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്കിപ്പം വൈറ്റ് ബോർഡിലാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ വൈറ്റ് ബോർഡ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് മൊത്തം വൈറ്റ് ആയതിനു ശേഷം നമ്മൾ എഴുതിക്കുന്ന കാര്യം ബ്ലാക്ക് ആവും. സോ ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്സാണ്. കാരണം നിങ്ങൾ എക്സ്ട്രാ എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ PDF ആയിട്ട് അടുത്ത് ഞാൻ പറഞ്ഞുതരാം, PDF ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് ശേഷം ഡൺ എന്നൊരു ഓപ്ഷൻ കാണും. സോ ഡൺ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഫോട്ടോയിൽ അതിനുശേഷം കാണാൻ പറ്റും ഗാലറിയിൽ സേവ് ചെയ്യണോ, അതോ PDF ഫയലായിട്ട് സേവ് ചെയ്യണോ, അത് വേർഡായിട്ട് ഇപ്പോൾ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യണോ, അത് പവർ പോയിൻ്റ് ആയിട്ടോ. സോ ഇത് ഇത്ര ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഈ പവർ പോയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇതെടുത്ത് അതിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് ലിങ്ക്ഡ് ആയിട്ടുള്ള ആപ്സാണ്. സോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ടീച്ചർ പറയുകയാണ് ഇപ്പോൾ ഈ അതെടുത്ത് അസൈൻമെൻ്റ് ആയിട്ട് പെട്ടെന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ ഇതിലെടുക്കുക, ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഇത്രയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിലിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ലൈഡ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷനായിട്ട് നിങ്ങൾ ടീച്ചറിനെ അയച്ചു കൊടുക്കാവുന്നത്. സോ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ആപ്പ്. സോ ഇത്ര ആപ്സാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ബോണസായിട്ട് ഞാനൊരു ആപ്പ് പറയുകയാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടെക്സ്റ്റ്. സോ ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐക്കാർഡായിട്ട് ഇട്ടേക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കിടിലം കോട്ട് നിങ്ങൾ കണ്ടു. സോ ഏതെങ്കിലും കോഴ്സ് സ്റ്റുഡൻസിനായിട്ട് ആവശ്യമുള്ളതാണെങ്കിലും സോ ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ കോട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറുക. നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്കത് ലൈവായിട്ട് ഇപ്പം എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്നൊരു കോട്ട് നിങ്ങൾ കണ്ടു, ഇംഗ്ലീഷ് ആയിരിക്കണം. സോ ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് കോപ്പി ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ കാണുകയാണ്. സോ ആ ഫോട്ടോ നിങ്ങൾ കോട്ട് എടുത്തതിന് ശേഷം ഫോട്ടോ എടുക്കുക. ആ കോട്ടിനെ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക്
കൺവേർട്ടർ ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ എടുത്തൊരു ഫോട്ടോയാണ്. സോ ആ ഫോട്ടോ ഞാൻ ഒന്ന് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ആ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് എഴുതണം. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആപ്പ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക. അത് ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് അലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ആരോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റും. സോ അത് തനിയെ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യം തനിയെ തന്നെ നിങ്ങളിപ്പോൾ ഫോട്ടോ എടുത്തതാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നോ അത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ചെറുതായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അതൊക്കെ നമ്മളിന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും കാര്യം നിങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഇരുന്ന് ടൈപ്പ് ചെയ്യാനുള്ള മടി കാണും. സോ മടി കാണുന്നവർ കാണും, അതല്ലെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ആ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടില ആപ്ലിക്കേഷനാണ് ടെക്സ്റ്റ്ഫയർ. സോ ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അത് കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 6 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത് അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബില്ല് ഓൾ നിങ്ങളുടെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആയിരുന്നു ടെക് പ്ലസ് എവരിത്തിങ് കണ്ട് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്.